ആഗസ്റ്റ് 24 അപ്പോസ്തലനായ വിശുദ്ധ ബർത്തലോമിയോ. സുവിശേഷകൻ സ്ലീഹന്മാരുടെ പേരുകൾ നൽകുമ്പോൾ ബർത്തലോമിയോയ്ക്ക് 6-ാമത്തെ സ്ഥാനമാണ് നൽകുന്നത്. ഫിലിപ്പ് കഴിഞ്ഞ് ബർത്തലോമിയോ വരുന്നു. പേരിന്റെ അർത്ഥം തോലോമയുടെ പുത്രൻ എന്നാണ്. അത് വിശുദ്ധ യോഹന്നാൻ 1-ാം അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്നതുപോലെ ഫിലിപ്പ് ഈശോയുടെ അടുക്കിലേക്ക് ആനയിച്ച നിഷ്കളങ്കനായ നഥാനിയേലാകാം. അതിനാൽ ഗലീലിയിലെ കാന ആയിരിക്കാം അദ്ദേഹത്തിന്റെ ജന്മദേശം. വേദപുസ്തകത്തിൽ വിശുദ്ധ ബർത്തലോമിയോ എന്ന സബ്നയല്ലാതെ ഈ അപ്പസ്തോലനെ പറ്റി മറ്റൊരു വിവരവും കാണുന്നില്ല. അദ്ദേഹം ഇന്ത്യ, മെസൊപ്പൊട്ടേമിയ, പാർത്തിയ, ലിക്കോണിയ എന്നീ സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ചുവെന്നും ഇന്ത്യയിലേക്ക് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിന്റെ ഒരു പ്രതി കൊണ്ടുവന്നുവെന്നും എവുസേബിയൂസ് മുതലായ ചില ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. തോമാസ്ലീഹയാണ് പ്രസ്തുത ഗ്രന്ഥം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതെന്നും അഭിപ്രായാന്തരമില്ലാതില്ല. വിശുദ്ധ ബർത്തലോമിയോ അവസാനം പ്രസംഗിച്ചത് അർമേനിയയിലാണ്. അവിടെ അദ്ദേഹം വിഗ്രഹാരാധകരാൽ വധിക്കപ്പെട്ടു. അൽബന പോലീസിലെ ഗവർണർ അദ്ദേഹത്തെ കുരിശിൽ തറച്ചുവെന്ന് ഗ്രീക്ക് ചരിത്രകാരന്മാർ പറയുന്നു. അപരർ പറയുന്നത് അദ്ദേഹത്തിന്റെ തോൽ ഉരിഞ്ഞുകളഞ്ഞിട്ടാണ് കുരിശിൽ തറച്ചതെന്നത്രേ. വിചിന്തനം: ക്രിസ്തുവിനെ പോലെ തന്നെ അപ്പോസ്തലന്മാരും സത്യത്തിന് സാക്ഷ്യം നൽകാൻ എപ്പോഴും സന്നദ്ധരായിരുന്നു. ജനസഞ്ചയത്തിന്റെയും ഭരണാധിപന്മാരുടെയും സമക്ഷം ആത്മവിശ്വാസത്തോടെ ദൈവവചനം പ്രസംഗിക്കുന്നതിൽ അവർ പരമാവധി ധൈര്യം പ്രകാശിപ്പിച്ചു. വിശ്വസിക്കുന്ന ഏവരുടെയും രക്ഷയ്ക്കുതകുന്ന സാക്ഷാത്തായ ദൈവിക ശക്തി തന്നെയാണ് സുവിശേഷമെന്ന് ഉറച്ചു വിശ്വസിച്ചവരാണവർ. ക്രിസ്തുവിന്റെ ശാന്തതയും വിനയവും അവർ അനുകരിച്ചു. 2-ാം വത്തിക്കാൻ പ്രമാണരേഖ മതസ്വാതന്ത്ര്യം.